നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മുത്തശ്ശിമാർ ഒരുപാട് കഥകൾ പറഞ്ഞു തരാറുണ്ടല്ലേ. ഒരു ഗതിയുമില്ലാത്ത ഒരു പയ്യൻ മോഷ്ടിക്കാൻ ഒരുങ്ങുന്നു, അവിടെ ഒരു ദേവി പ്രത്യക്ഷപ്പെടുന്നു, അവന് വരം കൊടുക്കുന്നു, അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇന്നും ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യാറുണ്ട്. അത്തരത്തിലൊരു കഥയാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായ കള്ളനും ഭഗവതി എന്ന സിനിമ കഴിഞ്ഞ രാത്രിയിലാണ് ആമസോൺ പ്രൈം റിലീസ് വിട്ടത്. പടം ഇന്നലെ രാത്രിയാണ് കണ്ടു തീർത്തു. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യമെന്ന് പറഞ്ഞാൽ, ഈ സിനിമ തിയേറ്ററുകളിൽ കാര്യമായ വിജയമൊന്നും നേടിയില്ല. അതിന് കാരണം സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഒരു സിനിമയുടെ കഥ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുമെങ്കിലും സിനിമയുടെ തിരക്കഥയിൽ വന്ന പാളിച്ചയാണ് പരാജയത്തിലേക്ക് നയിച്ചത്. സിനിമയുടെ തുടക്കം യേശുവിൻ്റെ ഒരു ഭക്തിഗാനത്തിൽ നിന്നാണ്. വളരെ ഗംഭീരമായ ഒരു ഗാനം തന്നെയാണ് അത്. സെലിംകുമാറാണ് ആ ഗാനരംഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. അത് കഴിഞ്ഞാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഇൻട്രോ സീൻ വരുന്നത്. അവിടെ നിന്ന് തൊട്ട് അദ്ദേഹത്തിൻ്റെ കോമഡികൾ തന്നെയാണ്, സ്ഥിരം ശൈലിയിലുള്ള കോമഡികളാണ്. ഇപ്പോൾ കട്ടപ്പനയിൽ ഋതിക് റോഷൻ മുതൽ വികടകുമാരനൊക്കെ കാണിച്ചു കൂട്ടുന്ന അതേ തരം കോമഡി രംഗങ്ങളാണ് ഈ സിനിമയിൽ കാണുന്നത്. ഒരുവിധം കണ്ടിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അനുശ്രീയാണ് സിനിമയിലെ നായികയായി വരുന്നത്. അനുശ്രീയെക്കുറിച്ചും ഇത് തന്നെയാണ് പറയാനുള്ളത്. അവരുടെ സ്ഥിരം ശൈലി തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അതും അത്യാവശ്യം കണ്ടിരിക്കാം. പിന്നെ ഇതിലെ പ്രധാന കഥാപാത്രം ദേവിയായി പ്രത്യക്ഷപ്പെടുന്ന മോക്ഷ എന്ന നടി. തമിഴിൽ ഇതേപോലെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. നയൻതാരയാണ് ദേവിയെ പ്രത്യക്ഷപ്പെടുന്നത്. ആ സിനിമയുടെ പേര് മൂക്കുത്തിയമ്മൻ. അതിൽ നയൻതാര അവതരിപ്പിക്കുന്ന അതേ ഒരു ശൈലി തന്നെയാണ് ഇവിടെ ഈ നടി അവതരിപ്പിച്ചിരിക്കുന്നത്. നയൻതാരയെ അനുഗ്രഹിക്കാൻ ശ്രമിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ രാജേഷ് എന്നൊരു നടൻ, അദ്ദേഹം നല്ലൊരു കോമഡി നടനാണ്. അദ്ദേഹം വന്ന സീൻ അത്യാവശ്യം ചിരിക്കാനുള്ള വകയുണ്ടായിരുന്നു. അതുമാത്രമാണ് എനിക്ക് രസമായിട്ട് തോന്നിയിട്ടുള്ളത്. മൊത്തമായി പറഞ്ഞാൽ ഈ സിനിമ ഒരു ആവറേജിന് താഴെയുള്ള ഒരു നിലവാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നല്ലൊരു നടനാണ്. പക്ഷെ നല്ല സ്ക്രിപ്റ്റ് തിരഞ്ഞെടുത്ത് ഒന്നുകൂടി ശ്രമിക്കുകയാണെങ്കിൽ ഇനിയും നല്ല സിനിമകൾ അദ്ദേഹത്തെ തേടിയെത്തും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഞാൻ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും നല്ലതാണ്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണുക. ഈ സിനിമ കുട്ടികളെ ആയിരിക്കും കൂടുതൽ ആകർഷിക്കുന്നത്. മുതിർന്നവർക്ക് അങ്ങനെ അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം ഇതുപോലുള്ള ഫാന്റസി സിനിമകൾ കുട്ടികളിൽ നിന്നാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.